Hi friends, welcome back to Noora Secret Eats. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ചിക്കൻ പോപ്കോൺ ആണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അത് ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് കൂടുതൽ ഈസി. അപ്പോൾ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ക്യൂബ് സൈസ് ആക്കിയിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് പാലിലാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ജീരകപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമ്മൾക്ക് ഈ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ആ മിക്സ് ചിക്കൻ്റെ മേലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിതിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.